ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെ എലൈറ്റ് മോഷനകത്ത് അടിപൊളിയായിട്ടുള്ള രണ്ട് ടൈപ്പിലുള്ള ബ്ലിങ്ക് ഓപ്ഷൻസ് സെറ്റപ്പാക്കി എടുക്കാം. നമ്മുടെ VFX വീഡിയോയ്ക്കും അല്ലാത്ത വീഡിയോസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബ്ലിങ്ക് എഫക്റ്റും അഡ്വാൻസ് ലെവലുള്ള ബ്ലിങ്ക് എഫക്റ്റ് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്ത് അടിപൊളിയാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെല്ലൈക്കനോടെ ക്ലിക്ക് ചെയ്ത് പേഴ്സണലൈസ്ഡ് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. പറഞ്ഞ കൊണ്ടല്ല, നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് അത്ര മോട്ടിവേഷനാണ് തരുന്നത്. അതുകൊണ്ട് ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയാം. നിങ്ങളുടെ എഡിറ്റർ ഫ്രണ്ട്സൊക്കെ കാണും, അവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യം പറഞ്ഞ് വെറുതെ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടങ്ങ് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് രണ്ട് പിക്ക് ഞാൻ ലോഡാക്കി വെച്ചിട്ടുണ്ട്. ഈ പിക്ക് വെച്ചിട്ടാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോയ്ക്കകത്തല്ല എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് CCയും എഫക്റ്റും ട്രാൻസിഷനും ഷേക്കും എല്ലാം കൊടുത്തതിന് ശേഷം മാത്രം ബ്ലിങ്ക് കൊടുക്കുക. കാരണം ആദ്യമേ പിടിച്ച് ബ്ലിങ്ക് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്ര ശരിയായിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം ഇത് രണ്ട് പിക്ക് ലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഷേപ്സിൽ ചെന്നിട്ട് ഒരു ഷേപ്പ് ആഡ് ചെയ്യാം, ഏതെങ്കിലും കളർ ആയിക്കോട്ടെ. എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് സ്ക്രീൻ ഫുള്ളാക്കാം. ഇനി ഒന്ന് ബാക്ക് അടിക്കുക. ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് FX ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ അതേഴ്സിനകത്ത് അതേഴ്സിനകത്ത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്ങോടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഇതിനകത്തോട്ട് എഫക്ട്സ് ആഡ് ചെയ്യേണ്ടത് എക്സ്പോഷർ എഫക്റ്റാണ്. എക്സ്പോഷർ എഫക്റ്റ് അത് നമ്മുടെ കളർ ലൈറ്റിനകത്ത് കിടക്കുന്ന എഫക്റ്റാണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പോഷർ മാത്രം ഒരു പൊടിക്ക് കൂട്ടി കൊടുക്കുക. ഒത്തിരി അങ്ങ് വിളറി വെളുപ്പിക്കേണ്ട, അത്യാവശ്യം ഒരു മീഡിയം അത്രയും കൊടുക്കാം. അതിനുശേഷം എഫക്ട്സ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് എഫക്റ്റ് കൊടുത്ത് ബ്ലിങ്ക് ഓപ്ഷൻ ആണെങ്കിലും ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലിക്കറാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ മൂവൻ ട്രാൻസ്ഫോമിനകത്തല്ല, ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി, അതിനകത്തായിരുന്നു നിങ്ങൾക്ക് ഫ്ലിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നത്. അതൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സകലതും ആദ്യം ഫ്രീക്വൻസി, പിന്നെ സ്ട്രെങ്ത്, പിന്നെ സീഡ്, ഇത് മൂന്നും മാക്സിമം ആക്കി കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം വളരെ അടിപൊളിയായിട്ടുള്ളൊരു ചെറിയ ഫ്ലിക്കറായിട്ട്. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ VFX വീഡിയോക്കകത്ത് സ്ലോമോ ഒക്കെ ഇടില്ലേ, അവിടെ ഇത് കറക്റ്റായിരിക്കും. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ബ്ലിങ്കും കൂടെ കയറി വരുമ്പോൾ അടിപൊളിയായിട്ട് വീഡിയോ സെറ്റാവും. സ്ലോ മോഷൻ വീഡിയോ അതാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് വർക്കാവുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് അടുത്ത എഫക്റ്റാണ്. അടുത്ത എഫക്റ്റിനായിട്ട് ഇത് സാധാരണ ബ്ലിങ്ക് എഫക്റ്റാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ്ങിൽ ചെന്നിട്ട് ലൈറ്റൻ ആക്കുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ചില വീഡിയോയിലൊക്കെ ഇടുമ്പം ഇച്ചിരി ബോറായിട്ട് തോന്നും. അത് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ ലൈറ്റിന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചൂട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇനി രണ്ടാമത്തെ നമുക്ക് ഇവിടെ വന്നിട്ട് മാർക്കറിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഒരു ആദ്യം ലെയർ ആഡ് ചെയ്യാം. റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഫില്ല് ചെയ്യുക. FX ചെല്ലുക. ആഡ് എഫക്റ്റ് നേരത്തെ കൂട്ട് തന്നെ. ആദ്യം നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു. രണ്ടാമതായിട്ട് എക്സ്പോഷർ എടുക്കുന്നു. എക്സ്പോഷർ ഈ വട്ടം എക്സ്പോഷർ നല്ലപോലെ കൂട്ടി അങ്ങ് കൊടുക്കുക. മാക്സിമം കൂട്ടി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കൂട്ടണ്ട, എന്നാലൊരു 65-70 റേഞ്ച് വെക്കുക. നിങ്ങളുടെ പടത്തിൻ്റെ ഒരു ബ്രൈറ്റ്നസ് അനുസരിച്ചിരിക്കും. ഇത് ഒത്തിരി ബ്രൈറ്റ്നസ് ഉള്ള ഫോട്ടോ ആണെങ്കിൽ ഇത്രയും കൊടുക്കേണ്ടി വരത്തില്ല. നമ്മൾ ഡിഫോൾട്ടായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു ഇച്ചിരി കൂട്ടിയാൽ മതി. ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ളതാണെങ്കിൽ നല്ലപോലെ വട്ടം കൊടുക്കുക. അതിനുശേഷം റൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് ചെന്നിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലിങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നേരത്തെ കൊടുത്ത പോലെ തന്നെ ബ്ലിങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ എഫക്റ്റിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ മാക്സിമം ഇടുക. ഇത്ര ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ കാണില്ല. ഇനി അതിനകത്ത് ചെറിയൊരു പടിയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്ലെൻഡിങ്ങിൽ ചെന്നിട്ട് അതിൻ്റെ ഒരു ഒപ്പാസിറ്റി ഒരു 40 റേഞ്ചിൽ കൊണ്ടുവെക്കുക. അപ്പം ആ ഒത്തിരി വട്ടം കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലുള്ള ഒരു വൃത്തികേട് അങ്ങ് മാറിക്കിട്ടും. അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു ബ്ലിങ്ക് എഫക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ബ്ലിങ്ക് എഫക്റ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇത്, അതായത് VFXക്കകത്തും ഇത് അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഈ ഒരു ബ്ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ലോമോ വീഡിയോ ഇല്ലേ, VFXക്കകത്ത് സ്ലോമോ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഈ ഒരു ബ്ലിങ്ക് അടിപൊളിയായിരിക്കും. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലപോലെ ബ്ലിങ്കായി വരുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഒരു ബ്ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ട്രാൻസിഷൻ വരത്തില്ല. അതായത് നമ്മൾ EFX വീഡിയോക്കകത്ത് ഡയലോഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ട്രാൻസിഷൻ തുടങ്ങി നമ്മൾ പിന്നെ സ്ലോമോ വീഡിയോയിലോട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ, അതായത് ആ ഒരു ട്രാൻസിഷൻ വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ബ്ലിങ്ക് എഫക്റ്റാണ് ഇതാണ് നമ്മുടെ 2 ബ്ലിങ്ക് എഫക്റ്റ്. ഇത് രണ്ടും യൂസ് ചെയ്യുക. റീസെറ്റ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ യൂസ് ചെയ്ത് വേണമെങ്കിൽ നോക്കുക, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാണുന്നവരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.